ആയുർവേദം ആയുസ്സിൻ്റെ അറിവും ജീവിതത്തിൻ്റെ ശാസ്ത്രവുമാണ്. അതായത് ജനനം മുതൽ മരണം വരെയുള്ള കാലത്തെയാണ് നമ്മൾ ആയുസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആയുസ്സിനെക്കുറിച്ചുള്ള അറിവാണ് സത്യത്തിൽ ആയുർവേദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും പ്രതിപ്രവർത്തനങ്ങളില്ലാത്തതും ശാസ്ത്രീയവും ഫലപ്രദവുമായിട്ടുള്ള ആയുർവേദത്തെ ഒരു സമാന്തര ചികിത്സാരീതി എന്ന നിലയിൽ ലോകം ഇന്നും ഉറ്റുനോക്കുന്നുണ്ട്. കൃത്യവും യോജിച്ചതുമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, വ്യായാമം, മനസ്സമാധാനം, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കൽ, ഇവയൊക്കെ ചേർന്ന് ഒരു ഹോളിസ്റ്റിക് സമ്പ്രദായം പണ്ട് തൊട്ട് ആയുർവേദം വിധിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യശാസ്ത്രം പ്രാചീന ഭാരതത്തിൽ എന്ന് രൂപപ്പെട്ടു എന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാനായിട്ടില്ല, അതായത് കണ്ടുപിടിക്കാനായിട്ടില്ല. എങ്കിലും പാരമ്പര്യമായിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയുർവേദം ബ്രഹ്മാവിനോടും ധന്വന്തരമൂർത്തിയോടും ബന്ധപ്പെട്ട് കിടക്കുന്നു. 4 ഉപവേദങ്ങളിലെ ഒന്നാണ് ഈ ആയുർവേദം. ആയുർവേദം ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ്. കേരളത്തിലെ ബുദ്ധമതം ശക്തി പ്രാപിച്ചതോടു കൂടിയിട്ടാണ് ആയുർവേദത്തിന് കൂടുതൽ ശക്തമായ ഒരു വേരോട്ടം ഇവിടെ ലഭിച്ചു തുടങ്ങിയത്. മാത്രമല്ല കേരളവും കടന്ന് അത് ഭാരതം മൊത്തം പ്രശസ്തമാവുകയും ചെയ്തു.